ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 45 വരെയുള്ള വിശുദ്ധ വചനങ്ങൾ കേൾപ്പീൻ. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലെയാസാരിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ഷീലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യെഹൂദാ ഗോത്രത്തിലും ശിമെയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർശോന്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ശിമെയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്കു വന്നത്. യഹൂദാ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നായും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്ദീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയീനും അതിൻ്റെ പുൽപ്പുറങ്ങളും യുത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത്ഷേമേഷും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബെയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാദോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്കെല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു. എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഷേക്കേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേസിരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിബ്സയീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത്ഹോരോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ദാൻ ഗോത്രത്തിൽ എൽതെക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബെദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമ്മോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗർശോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബെയസ്തെരയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും ഇസാഖാർ ഗോത്രത്തിൽ കിഷ്യോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദാബെരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻ ഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ആശേർ ഗോത്രത്തിൽ മിഷാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും കെൽഹത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും
രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദേശും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹമ്മോത്ത് ദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർദാനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗേർശോന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരി കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർദയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദിബ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും, നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. രൂബൻ ഗോത്രത്തിൽ ബേസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, എഹ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും, കേദേമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മേഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മഹനിയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹെഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, യസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബമായ മെരാരിയർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്കെല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുൻപിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു. New